ഓക്കെ. അപ്പൊ പാഠം 9 വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ഭാഗം എടുത്തു തോന്നുന്നു അല്ലേ മിസ്? ഒരു പാരഗ്രാഫ് എടുത്തോ? എടുത്തു മിസ്. അപ്പൊ നമുക്കൊന്ന് അതിലൊന്ന് വായിക്കാം. വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല, ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരായിരിക്കും, ചിലർ ബധിരന്മാർ. മറ്റു ചിലർക്ക് കൈകൾ ഉണ്ടാവില്ല, ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മൂകരായിട്ടും ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യങ്ങൾ തങ്ങളുടെ കുറവുകളായി വിധിയായി കരുതി ജീവിക്കുന്നു. പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുമുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിതകഥകൾ നമുക്കൊരു പാഠമാണ്. അപ്പൊ വിധി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? വിധിയെ തോൽപ്പിച്ച മഹാന്മാർ എന്നാണ് പാഠത്തിന്റെ പേര് അല്ലെ? എന്താണ് വിധി എന്ന് പറഞ്ഞ? ടീച്ചർ പറഞ്ഞതല്ലേ അത്? വിധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ദൈവകൽപിതം അല്ലെ, പൂർവകർമ്മഫലം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ വിധി എങ്ങനെ? ചിലർക്ക് വൈകല്യങ്ങൾ ഉണ്ടാവും അല്ലെ? എങ്ങനെയാ? കൈകളില്ലാത്തവരുണ്ടാവും, കാലില്ലാത്തവരുണ്ടാവും, അന്ധന്മാരായിരിക്കും ചിലര് അല്ലേ? അങ്ങനെ ജോയൽ ഉണ്ടായില്ലേ മോനെ ആ ക്ലാസ്സിൽ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ പല കുറവുകളോടും ജനിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്കൊന്നും അങ്ങനത്തെ കുറവുകളൊന്നുമില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും തീർച്ചയായും വിജയത്തിലേക്ക് എത്താം. ഇത് പല കുറവുകളോടും ജനിച്ചവരാണെങ്കിൽ പോലും അവര് അത് വിധിയാണെന്ന് വിചാരിച്ച് അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനെ തോൽപ്പിച്ച് മുന്നേറുകയാണ് ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് അറിയോ? പല കുറവുകളും ഉണ്ടായിട്ടും അല്ലേ നമ്മുടെ ജീവിതത്തിന് തന്നെ ഉയർന്ന ഒരു നിലയിലെത്തിയ ആളെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? കുറെ പേര് ഇതിലുണ്ട്. അതിൽ ഹെലൻ കെല്ലർ ഉണ്ട് അല്ലെ? ഹെലൻ കെല്ലറിന്റെ കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഹെലൻ കെല്ലർ എങ്ങനെയായിരുന്നു? കണ്ണിന് കാഴ്ചയില്ല, അന്ധയും ബധിരയുമായിരുന്നു അല്ലെ? അതാണ് നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് ഹെലൻ കെല്ലറെ കുറിച്ച് അല്ലെ? അപ്പൊ വിധി എന്ന് പറഞ്ഞ ദൈവകൽപിതം വിധി അല്ലെ? എങ്ങനെയാ പറയാ? നമുക്ക് ചിലവർക്ക് കുറവുകളോടുകൂടി ജനിക്കാറുണ്ട്, അതായത് കൈയില്ലാത്തവരോ കാലില്ലാത്തവരോ അല്ലെ? അവരെ എന്നിരുന്നാലും അവരെന്താ ഒരു പ്രത്യേക വേറെ എന്തെങ്കിലും കഴിവുകൾ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള കുറച്ച് പേരെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. അവര് വിധി തനിക്ക് കിട്ടിയ കുറവുകള് വെച്ച് ചിലവരെന്ത് ചെയ്യും? ഒരു വീട്ടിന്റെ ഒരു മൂലക്ക് ഒതുങ്ങിക്കൂടും. പക്ഷെ അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ഇന്ന് പഠിക്കുന്ന അതിനെ തോൽപ്പിച്ച് മുന്നേറിയവരെ കുറിച്ചാണ് അല്ലെ? അതിൽ പ്രധാനിയാണ് ഹെലൻ കെല്ലർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ അതാണ് പറയുന്നത് അല്ലെ? എന്തൊക്കെയാ പറഞ്ഞേ? മിസ് ടെക്സ്റ്റ് ഇല്ലാതെ മൊബൈലിൽ നോക്കിയിട്ടാ വായിക്കുന്നത് മക്കളെ. ടെക്സ്റ്റ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇതെന്താ പറഞ്ഞേ? വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല, ചിലരോട് ക്രൂരത കാണിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് പല കുറവുകളും ഉണ്ട് എന്നർത്ഥം അല്ലെ? ചിലർക്ക് ക്രൂരത കാണിക്കും എന്ന് പറഞ്ഞത്. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരേക്കും. എന്താ കുരുടന്മാര് പറഞ്ഞാല്? കണ്ണ് കാണാത്തവരല്ലേ? കാഴ്ചശക്തി ഇല്ലാത്തവരായിരിക്കും, അതായത് അന്ധൻ അല്ലെ? അന്ധ എന്ന് പറയാം. ചിലർ ബധിരന്മാർ. ബധിരന്മാർ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവര്. മറ്റു ചിലർക്ക് എന്താ പറഞ്ഞേ? കൈകൾ ഉണ്ടാവില്ല, ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം എന്താ വൈകല്യം മീനിങ്? കുറവുകൾ. ഈ വൈകല്യം തങ്ങളുടെ വിധിയാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ളവരെങ്ങനെയാ? വീട്ടിൽ തന്നെ ഇരിക്കും അല്ലേ? തങ്ങൾക്ക് ഒരുപാട് കുറവുണ്ട് എന്ന് പറഞ്ഞ് അവര് പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെയുള്ളവരും തൻ്റെ വിധിയാണെന്ന് വിചാരിച്ച് അവിടെ സമാധാനിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ വിധിയാണെന്ന് അതാ പറഞ്ഞ വിധിയാണെന്ന് കരുതി ജീവിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായവരെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? പക്ഷേ ഈ വൈകല്യങ്ങളെ, ഈ കുറവുകളെ വെല്ലുവിളിക്കുന്നവരുമുണ്ട് അല്ലെ? വെല്ലുവിളിക്കുക പറഞ്ഞ എന്താ?
അതിനൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക അല്ലേ. എന്ത് കുറവുകൾ ഉണ്ടായാലും തങ്ങൾ അതൊന്നും ഒരു പ്രശ്നവുമാക്കുന്നില്ല എന്ന് കരുതി മുന്നേറുന്ന പലരും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൂട്ടത്തിലുള്ള കുറച്ച് പേരെയാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന്. അവരുടെ ജീവിത കഥകൾ നമുക്കൊരു പാഠമാണ്. അങ്ങനെയുള്ളവരല്ലേ എങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിത കഥകൾ നമുക്കൊരു പാഠമാണ് എന്നാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് അല്ലേ. ഓക്കെ, അതില് ഫസ്റ്റ് നമുക്ക് പറയുന്നത് ഹെലൻ കെല്ലറെ കുറിച്ചാണ്. ഹെലൻ കെല്ലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരേ സമയം അവര് അന്ധയും ബധിരയുമായിരുന്നു അല്ലേ. അവർ ജനിക്കുമ്പോഴേ അങ്ങനെ ആയിരുന്നില്ല. 1.5 വയസ്സുള്ളപ്പോൾ രോഗം വന്ന സമയത്താണ് അങ്ങനെ ആവുന്നത്. ഓക്കെ, വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും കേൾക്കാനുമുള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എന്നിട്ട് നോക്കിയേ, എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ അവർക്ക് കഴിഞ്ഞു അല്ലേ. അന്ധയും ബധിരയുമായിരുന്നിട്ട് കൂടി അവരെങ്ങനെയാ വിശ്വപ്രസിദ്ധമായ എഴുത്തുകാരിയാന്നാ പറഞ്ഞല്ലേ. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിലൊക്കെ അവർക്ക് പ്രശസ്തി നേടാൻ കഴിഞ്ഞു അല്ലേ. അപ്പൊ അതൊരു ഹെലൻ കെല്ലറുടെ കഥ നിങ്ങൾക്കൊരു മോറൽ അല്ലേ അപ്പോ അല്ലേ. ഇത്രയും കുറവുകൾ ഉണ്ടായി, ജീവിതത്തിൽ ഇത്രയും കുറവുകൾ ഉണ്ടായിട്ട് കൂടി അവര് ഇങ്ങനെ വലിയൊരു എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെ ആയി എന്നാണ് പറയുന്നത്. അപ്പോ ഒരു കുറവുകളും ഇല്ലാത്തവരാണ് നമ്മളിൽ അധിക പേരും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ലേ? ശ്രമിച്ചു കഴിഞ്ഞാല് പരിശ്രമിക്കണം, എന്നാലോ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ എനക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുവല്ല വേണ്ടല്ലേ. കുറവുകൾ ഉണ്ടായവര് പോലും എന്ത് ചെയ്യുക, നമുക്ക് കണ്ണ് കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇനി എടി ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവല്ല ചെയ്യുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് ദൈവം തന്നിട്ട്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? അതുപോലെ പ്രയത്നിച്ച് മുന്നോട്ട് പോവുക അല്ലേ. നിങ്ങൾക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ടല്ലോ, ഒരു കുറവുകളും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, മാക്സിമം തങ്ങളുടെ എഫേർട്ട് എടുത്ത് മുമ്പോട്ട് പോവുക അല്ലേ. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ മോറൽ സ്റ്റോറീസ് പറഞ്ഞു തരുന്നത്. എന്തിനാ? ഹെലൻ കെല്ലറെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത് കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു ബോധം ഉണ്ടാക്കാനാണ്. എന്ത്? ഒരു കുറവുകൾ ഉള്ളവര് പോലും സമൂഹത്തിന്റെ വലിയ നിലകളിലെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഒരു കുറവുകളും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇത്രയാണ് നമ്മൾ 2 പാരഗ്രാഫിൽ പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല, ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരായിരിക്കും, ചിലർ ബധിരന്മാർ. മറ്റു ചിലർക്ക് കൈകൾ ഉണ്ടാവില്ല, ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുമുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിത കഥകൾ നമുക്കൊരു പാഠമാണ്. അതാണ് ഒന്നാമത്തെ ആ പാരഗ്രാഫിൽ പറയുന്നത്. വിശ്വപ്രസിദ്ധിയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും കേൾക്കാനുമുള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ. കീർത്തി എന്താ അർത്ഥം മക്കളെ? കീർത്തി നേടാൻ എന്താ? പ്രസിദ്ധി അല്ലെങ്കിൽ പ്രശസ്തി അല്ലെ. പ്രസിദ്ധി നേടാൻ അവർക്ക് കഴിഞ്ഞു. അത്രയാണ് ആ ഒരു 2 പാരഗ്രാഫ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 1880 ജൂലൈ 27 അമേരിക്കയിലെ ഡുസക്കുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ഹെലൻ എവിടെയാണ് ജനിച്ചത് എന്നാണ് പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്യണേ. 1880 ജൂലൈ 27 അമേരിക്കയിലെ ഡുസക്കുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചയ്ക്കോ കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 വയസ്സുള്ളപ്പോൾ പിടിപെട്ട രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കി മാറ്റിയത്. എങ്കിലും അവർ നിരാശയായില്ല. ആനി സല്ലിവാൻ എന്നൊരു അധ്യാപിക ഹെലനെ വിരൽത്തുമ്പുകൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. ജീവിതം മുഴുവൻ അംഗവൈകല്യങ്ങൾ ഉള്ളവർക്കായുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു.
വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അല്ലെ? ഇത്രയാണ് ആ ഒരു പാരഗ്രാഫ് പറയുന്നത്. എന്തൊക്കെയാ? ഹെലൻ ജനിച്ചത് എന്നാണ്, എവിടെയാണ് എന്ന് ആദ്യം പറഞ്ഞു. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണേ. 1880 ജൂലൈ 27 അമേരിക്കയിലെ ഡുസക്കുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചക്കോ കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, അവര് ജനിച്ചപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് എന്ത് കേൾവിക്കും അന്ധയും ബധിരയും ഒക്കെ ആയത്. അല്ലേ? 1.5 വയസ്സുള്ളപ്പോൾ പിടിപെട്ട രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കി മാറ്റിയത്. എങ്കിലും അവർ നിരാശയായില്ല. ആനി സല്ലിവാൻ, അണ്ടർലൈൻ ചെയ്യുന്ന മക്കളെ, എന്താണ്? ആനി സല്ലിവാൻ എന്നൊരു അധ്യാപിക ഹെലനെ വിരൽത്തുകൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. അല്ലെ? ഉത്സാഹി ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ പറ്റുമോ കണ്ണ് കാണാത്തവർക്ക് എന്തെങ്കിലും പഠിക്കാനും? ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല, അല്ലേ? എന്നിട്ടും 24-ാം വയസ്സിൽ അവൾ എന്തായി? ബിരുദം സമ്പാദിച്ചു. ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കായുള്ള അംഗവൈകല്യം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓരോ അവയവങ്ങൾ കുറവ്, അംഗം, അവയവം, വൈകല്യം, കുറവുകൾ ഉള്ള അംഗവൈകല്യമുള്ളവർക്കായുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. പിന്നെന്താ? വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. എന്താ ഈ ആത്മകഥ മക്കളെ? ആത്മകഥ സ്വന്തം ജീവിതകഥ അവര് തന്നെ എഴുതുന്നതാണ് ആത്മകഥ. എന്നാ ജീവചരിത്രം ഒരാളുടെ ജീവിതകഥ എങ്ങനെയാ? മറ്റുള്ളവർ എഴുതുന്നതിനാണ് അതിന് ജീവചരിത്രം എന്ന് പറയുക, അല്ലെ? അപ്പൊ അവര് തന്നെ എഴുതുന്ന ആത്മകഥ. അപ്പൊ ആത്മകഥ ഉൾപ്പെടെ പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, അല്ലെ? അപ്പൊ ആലോചിച്ചു നോക്കണം, അത്രയും കുറവിന്റെ ഇടയിൽ അവര് നല്ലൊരു എഴുത്തുകാരിയായത് എങ്ങനെയാന്ന് നോക്കി നിങ്ങള്. സാമൂഹ്യ പ്രവർത്തക എന്ന നിലകളിലൊക്കെ അവര് പ്രശസ്തിയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അതുവരെയുള്ള ക്വസ്റ്റ്യൻ ആ കാക്ക എന്ന പടത്തിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയോ മക്കളെ? നിങ്ങള് എഴുതിയോ നോട്ടിലേക്ക്? ഓക്കെ, അപ്പൊ നമുക്കിപ്പം കുറച്ച് മീനിങ് എഴുതാനുണ്ട്. ആ ഫസ്റ്റ് കുറച്ച് മീനിങ് എഴുതാനുള്ളത് ഇപ്പൊ തന്നെ എഴുതിക്കോ. നിങ്ങള് നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതിയോ? അർത്ഥം എഴുതിയിട്ടുണ്ടോ? എഴുതിയോ ജുവാന? ഓക്കെ, മിസ്സിന്റെ വീഡിയോക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഓൺ ആക്കാത്തെ. ഓക്കെ, അപ്പൊ എഴുതാത്ത മക്കൾ അതൊന്ന് എഴുതിയാ. ഫസ്റ്റ് എന്തൊക്കെയുള്ളത്? ഫസ്റ്റ് വൺ വായിച്ചേ. അർത്ഥമുള്ളത് എഴുതിയോ? ഓക്കെ, എഴുതിക്കോ. ആദ്യത്തെ എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഷാനിഫ് എഴുതിയ മോനെ. ഷാനിഫും അഫ്രാസും ജുവാന എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവരും എഴുതിയല്ലേ? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത പാരഗ്രാഫ് എടുക്കാം, അല്ലേ? ഒരു കാര്യം ചെയ്യും, എടുത്തത് വരെ ഒന്ന് വായിച്ചോ ഒരാൾ. ആരാ വായിക്കുന്നേ ആദ്യത്തെ ഒരു പാരഗ്രാഫ്? ഓക്കെ, എന്നാ ആദ്യം വായിക്കും. ഓരോരാളായിട്ട് വായിച്ചേ. ആതിര എന്നാ വായിക്കട്ടെ. പാഠം 9. വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല. ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരായിരിക്കും. ചിലർ ബദ്ധന്മാർ. മറ്റു ചിലർക്ക് കൈകൾ ഒന്നുമില്ല. ഇനിയും ചിലർ 2 കാലുകളും തന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ പോയോ? ഓക്കെ, അവരുടെ ചിലരുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചിലരുണ്ട്. ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിതകഥ നമുക്കൊരു പാഠമാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് അടുത്ത ആരാ വായിക്കുന്നേ? ജുവാന. ഓക്കെ, ജുവാന വായിച്ചു. വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും കേൾക്കാനുമുള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവൾ പൊരുതി. എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക എന്നീ
നിലകളിൽ കീർത്തി നേടാൻ അവൾക്ക് കഴിഞ്ഞു. ഓക്കെ. വിശ്വപ്രസിദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വം എന്താ അർത്ഥം? വിശ്വം, ലോകം കേട്ടോ. ലോകപ്രസിദ്ധയായ എന്നാണ് അർത്ഥം വിശ്വപ്രസിദ്ധ. നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? അഫ്രാസ്. ഓക്കെ ഓക്കെ, അഫ്രാസ്. 1850 ജൂലൈ 27 അമേരിക്കയിലെ ടുസക്കുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചക്കോ കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 വയസ്സുള്ളപ്പോൾ പിടിപെട്ട രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കി മാറ്റി. എങ്കിലും അവർ നിരാശയായില്ല. ആനി സള്ളിവൻ എന്നൊരു അധ്യാപിക ഹെലനെ വിരൽത്തുമ്പ് കൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കായുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. വികലാംഗർക്ക് വെളിച്ചം നൽകാൻ, അതും കൂടി ഇതിൽപ്പെട്ടയാണ്. വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഇത്രയാണ് അതിലുള്ളത്. ഓക്കെ, ഷാനിഫെ വായിക്കാൻ പറ്റുന്നുണ്ടോ മോനെ? ഓക്കെ. അപ്പൊ അടുത്ത ഒരു പാരഗ്രാഫ് എടുത്തോട്ടെ മിസ്. ആരാധ്യ. ബ്രിട്ടീഷ് നാവിക ഓഫീസർ ആയിരുന്ന ഹോൾമാൻ 24-ാമത്തെ വയസ്സിലാണ് അന്ധനായത്. അന്ധത നിഷ്ക്രിയനായിരിക്കാനല്ല, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഹോൾമാൻ ലോകരാജ്യങ്ങളിൽ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. 40 വർഷം ആ യാത്ര നീണ്ടുനിന്നു. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഹോളണ്ട്, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിരവധി യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യകൃതികൾ കാഴ്ചയുള്ളവർ എഴുതിയിട്ടുള്ള കൃതികളേക്കാൾ ഭംഗിയുള്ളവയാണ്. 1857 മരിക്കുമ്പോൾ 71 വയസ്സായിരുന്നു. അപ്പൊ അടുത്ത ആരാ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പഠിച്ചത് ഹെലൻ കെല്ലറെ കുറിച്ചായിരുന്നു. നെക്സ്റ്റ്, ഇതേപോലെ വൈകല്യങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിന്റെ ഉന്നത വിജയത്തിൽ എത്തിയ വേറൊരാളെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചാ? ബ്രിട്ടീഷ് നാവിക ഓഫീസർ ആയിരുന്ന ഹോൾമാൻ. എന്നാ പേര്? നാവിക ഓഫീസർ ഹോൾമാൻ. 24-ാമത്തെ വയസ്സിൽ, കണ്ടോ, അത്ര വരെ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 24-ാമത്തെ വയസ്സിലാണ് അന്ധനായത്. അന്ധത പറഞ്ഞ കണ്ണു കാണാത്ത അല്ലെ, കണ്ണു കാണാത്ത അവസ്ഥ. അന്ധത നിഷ്ക്രിയനായിരിക്കാനല്ല. നിഷ്ക്രിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തിക്കാത്തവനായിരിക്കാനല്ല അല്ലെ, എപ്പോഴും പ്രവർത്തിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചെന്നാ പറഞ്ഞത്. നിഷ്ക്രിയനായിരിക്കാനല്ല, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഹോൾമാൻ ലോകരാജ്യങ്ങളിൽ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. 40 വർഷം ആ യാത്ര നീണ്ടു നിന്നു. കണ്ടോ, 40 വർഷം ആ യാത്ര നീണ്ടു നിന്നു. അതായത് കണ്ണു കാണാത്ത ഒരാളാണ് സഞ്ചരിക്കുന്നത്, ഓർക്കണം കേട്ടോ. 40 വർഷം ആ യാത്ര നീണ്ടു നിന്നു. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഹോളണ്ട്, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിരവധി യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. കണ്ടോ, കുറേ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു അല്ലേ. എന്തൊക്കെയാണ് അവിടുത്തെ ജീവിത രീതികളും അതും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം സന്ദർശിച്ചു. എന്നിട്ടോ, സഞ്ചരിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ മനക്കണ്ണുകൊണ്ട്, എന്താ ഈ മനക്കണ്ണ്? മറ്റും ശരിക്ക് കണ്ണു കാണില്ല അല്ലെ അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ മനക്കണ്ണുകൊണ്ട്, മനസ്സുകൊണ്ടാണ് കാണാൻ ശ്രമിച്ചത് അല്ലെ. മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു? നിരവധി യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യകൃതികൾ കാഴ്ചയുള്ളവർ എഴുതിയിട്ടുള്ള
കൃതികളേക്കാൾ ഭംഗിയുള്ളവയാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഉള്ളവർ എഴുതിയേക്കാളും ഭംഗിയുള്ളവയാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരഗതികൾ എന്നാണ് പറയുന്നത്. 1857 മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 71 വയസ്സായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ബ്രിട്ടീഷ് നാവിക ഓഫീസറായിരുന്ന ഹോൾമാൻ അല്ലേ. അദ്ദേഹം 24ാമത്തെ വയസ്സിലാണ് അന്ധനായത്. എന്നിട്ടോ അന്ധനായിട്ട് അയാളെ ചുരുണ്ടുകൂടി കിടക്കുകയാണോ ചെയ്തത്? അല്ല അല്ലേ. അദ്ദേഹം നിഷ്ക്രിയനായിരിക്കാനല്ല അന്ധതായ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അല്ലേ. അങ്ങനെ അദ്ദേഹം ലോകരാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ച് അവിടുത്തെ രീതികളൊക്കെ പഠിച്ച് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു അല്ലേ. എൻ്റെ 71ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ആളാരാ? ഹോൾമാൻ അല്ലേ. ബ്രിട്ടീഷ് നാവിക ഓഫീസർ ആയിരുന്ന ഹോൾമാൻ. നെക്സ്റ്റ് നമുക്ക് ആരാ പഠിക്കുന്നത് നോക്കിയേ? ചാൾസ് ഗ്രാൻഡേമാൻഡ് അല്ലേ. അടുത്താരാ? ചാൾസ് ഗ്രാൻഡേമാൻഡ് എന്ന ഫ്രഞ്ചുകാരന്റെ കഥ ഇതിനേക്കാൾ ആവേശകരമാണ്. പിറവിയിലെ കൈകളും കാലുകളും ചാൾസിനില്ലായിരുന്നു. വളരെ ചെറിയ രൂപം, 1 കിലോഗ്രാം മാത്രം തൂക്കം. ആലോചിച്ചോക്കണം, 1 കിലോഗ്രാം മാത്രം തൂക്കേ ഉള്ളൂല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ശരീരം അധികം വളർന്നില്ലെങ്കിലും ബുദ്ധിശക്തി അത്ഭുതകരമായാണ് വളർന്നത്. യൂറോപ്പിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞനായി ചാൾസ് മാറി. 14ാം വയസ്സിൽ തന്റെ നിസ്തുലമായ ബുദ്ധിശക്തി പ്രകടമാക്കിക്കൊണ്ട് യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. 1 അടി മാത്രം വീതിയുള്ള ഒരു മരപ്പെട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. നിരവധി അക്കങ്ങളുള്ള സംഖ്യകളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇക്കാലത്തെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററേക്കാൾ വേഗതയോടെ ആയിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത്. എത്ര കഠിനമായ കണക്കായാലും നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 60 വയസ്സ് വരെ ഗണിതശാസ്ത്രത്തിലെ ഊരാക്കുടുക്കുകളെല്ലാം അഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു. എന്താ ചാൾസ് ഗ്രാൻഡേമാൻഡിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാ? ചാൾസ് ഗ്രാൻഡേമാൻഡ് എന്ന ഫ്രഞ്ചുകാരന്റെ കഥ എന്താ? ഇതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഹോൾമാനെ കാണും ആവേശകരമാണ് അല്ലെ. നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ആവേശം ഉണ്ടാവും. എന്തുകൊണ്ടാ? നോക്കിയേ, പിറവിയിലെ കൈകളും കാലുകളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. വളരെ ചെറിയ രൂപമായിരുന്നു, 1 കിലോഗ്രാം മാത്രം തൂക്കം. അദ്ദേഹത്തിന്റെ ശരീരം അധികം വളർന്നില്ലെങ്കിലും ബുദ്ധിശക്തി അത്ഭുതകരമായാണ് വളർന്നത് അല്ലേ. അദ്ദേഹം ഗണിതശാസ്ത്രത്തിലെ വലിയ വലിയ കണക്കുകളും ഒരു വിഷമമില്ലാതെ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. 14ാം വയസ്സിൽ തന്റെ നിസ്തുലമായ ബുദ്ധിശക്തി പ്രകടമാക്കിക്കൊണ്ട് യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. 1 അടി മാത്രം വീതിയുള്ള ഒരു മരപ്പെട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. നിരവധി അക്കങ്ങളുള്ള സംഖ്യകളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്താ പറയുന്നത്? ഇക്കാലത്തെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററേക്കാൾ അല്ലേ. കാൽക്കുലേറ്റർ എത്ര വേഗം കണക്ട് ചെയ്യും? അതിനേക്കാൾ വേഗതയോടെ ആയിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത്. എത്ര കഠിനമായ കണക്കായാലും നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 60 വയസ്സ് വരെ ഗണിതശാസ്ത്രത്തിലെ ഊരാക്കുടുക്കുകളെല്ലാം അഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മൂന്നാമത് പഠിച്ച ആരെയാ മക്കളെ? എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ആരാ നമ്മളിപ്പോ മൂന്നാമത് പഠിച്ചാലോ? ചാൾസ് ഗ്രാൻഡേമാൻഡ് എന്ന ഫ്രഞ്ചുകാരൻ. ആദ്യം പഠിച്ച ആരാ? ഇപ്പൊ ആരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു മക്കളെ? ഷാനിഫ്, ആരാധ്യ, ജുവാന, സിജു. ഓക്കെ, ആരൊക്കെയായിരുന്നു? ഹെലൻ കെല്ലർ, നെക്സ്റ്റ് ഹോൾമാൻ, അടുത്തത് ചാൾസ് ഗ്രാൻഡേമാൻഡ്. ഓക്കെ, ഇത്രയും പേരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രിട്ടീഷ് നാവിക ഓഫീസർ ആയിരുന്ന മുതല് ഒന്ന് വായിച്ച ആരാധ്യ. കഴിഞ്ഞ പ്രാവശ്യം വായിക്കാത്തവരെ കൊണ്ട് ഇപ്പൊ വായിക്കാനാണ്. വായിച്ചോ ആരാധ്യ. ബ്രിട്ടീഷ് നാവിക ഓഫീസർ ആയിരുന്ന ഹോൾമാൻ. കണ്ടോ? പേജ് നമ്പർ 39. കണ്ടു മിസ്സേ. വായിച്ചോ. ബ്രിട്ടീഷ് നാവിക. വേറെ 20
വയസ്സിലാണ് കൂടുതൽ സഹകരണത്തോടെ പ്രവർത്തിക്കാൻ ആദ്യത്തെ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. ഇറ്റലി, ജർമ്മനി, പോളണ്ട്. ഒന്നും കേൾക്കുന്നില്ലോ ആരാധ്യ. ഇടക്കിടക്കിടക്കിടക്കല്ലേ കേൾക്കുന്നില്ലോ ആരാധ്യ. ഷാനിഫ് വായിച്ച ഷാനിഫേ. ബ്രിട്ടീഷ് നാവിക ഓഫീസറായിരുന്നു ഹോൾമാൻ. 24-ാമത്തെ വയസ്സിലാണ് അന്ധനായത്. അന്ധത നിഷ്ക്രിയനായിരിക്കാനല്ല, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഹോൾമാൻ ലോക രാജ്യങ്ങളിൽ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. 40 വർഷം ആ യാത്ര നീണ്ടു നിന്നു. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഹോളണ്ട്, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തു കൊണ്ട് നിരവധി യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികൾ കാഴ്ചയുള്ളവർ എഴുതിയിട്ടുള്ള കൃതികളേക്കാൾ ഭംഗിയുള്ളവയാണ്. 1857 മരിക്കുമ്പോൾ 71 വയസ്സായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആരാധ്യ. കേൾക്കുന്നുണ്ടോ ആരാധ്യ? അഫ്രാസ് വായിച്ച മോനെ. ചാൾസ് ഗ്രാൻഡേമാൻ്റെ ചാൾസ് ഗ്രാഡമന്റ് എന്ന ഫ്രഞ്ചുകാരന്റെ കഥ ഇതിനേക്കാൾ ആവേശകരമാണ്. പിറവിയിലെ കൈകളും കാലുകളും ചാൾസിനില്ലായിരുന്നു. വളരെ ചെറിയ രൂപം, 1 കിലോഗ്രാം മാത്രം തൂക്കം. അദ്ദേഹത്തിന്റെ ശരീരം അധികം വളർന്നില്ലെങ്കിലും ബുദ്ധിശക്തി അത്ഭുതകരമായാണ് വളർന്നത്. യൂറോപ്പിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞനായി ആയി ചാൾസ് മാറി. 14-ാം വയസ്സിൽ തന്റെ നിസ്തുലമായ ബുദ്ധിശക്തി പ്രകടമാക്കിക്കൊണ്ട് യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. 1 അടി മാത്രം വീതിയുള്ള ഒരു മരപ്പെട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. നിരവധി അക്കങ്ങളുള്ള സംഖ്യകളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇക്കാലത്തെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററേക്കാൾ വേഗതയോടെ ആയിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത്. എത്ര കഠിനമായ കണക്കായാലും നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 60 വയസ്സുവരെ ഗണിതശാസ്ത്രത്തിലെ ഊരാകുടുക്കുകളെല്ലാം അഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്ര വരെയാണ് മക്കളെ നമ്മൾ പഠിച്ചത്. അതുവരെ നിങ്ങൾ നല്ലതുപോലെ വായിക്കണേ. ഇനി അതിന്റെ അർത്ഥം ഇനിയും എഴുതാനുണ്ടല്ലോ. നിങ്ങൾ മീനിങ് കുറച്ചുകൂടി എഴുതാനുണ്ടല്ലേ? ഇന്ന് പഠിച്ച ഭാഗത്തുള്ള അർത്ഥങ്ങളും കൂടെ എന്നെ എഴുതി വെക്കുക കേട്ടോ.
എല്ലാം കൂടി എഴുതി വെക്കൂ ഇതിന് അർത്ഥം ഏകദേശം ഇനി നമുക്ക് ഇനിയും ഉണ്ട് അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം കേട്ടോ ഓക്കെ ആ നോട്ടിന് ഇപ്പം തന്നെ എഴുതുന്ന നിങ്ങളുടെ അർത്ഥം ബാക്കിയും കൂടി ഇനി 2 പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി ഓക്കെ ബൈ അപ്പൊ അത് നിങ്ങൾ ഇന്ന് തന്നെ എഴുതണേ മക്കളെ ഓക്കെ ബൈ സി യു ഓക്കെ